ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഗുലാബ് ചിക്കൻ എന്നാണ് ഈ ഒരു റെസിപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഗുലാബ് ചിക്കൻ ഈ ഒരു സോസിൽ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റംസാനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്കൊരു 300 ഗ്രാം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലില്ലാത്ത ഫൈനായിട്ടുള്ള ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു 3 പച്ചമുളക് കറക്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു ചെറിയ പീസ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതാ നല്ലോണം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പിന്നെ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം കുഴച്ചെടുക്കുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് ചെറുതാക്കിയിട്ട് ഉരുളാക്കി എടുക്കണം. അപ്പോൾ അതാ നമുക്ക് കയ്യിൽ ഒട്ടാണെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഉരുളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചെറിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള അളവിൽ ഉരുളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുള കോൺഫ്ലോറിൻ്റെ പൊടിയിലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും കോൺഫ്ലോർ എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഒരു മാവ് ഫുള്ളും ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ മിക്സ് നല്ലോണം ഒട്ടുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടിയൊക്കെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ചിക്കനും വ്യത്യാസം ഉണ്ടാവും. വെള്ളം ഉള്ളതുകൊണ്ട് ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബോൾസ് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അത് ഈ ഒരു ബോൾസ് മുങ്ങാൻ പാകത്തിലുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ബോൾ പൊട്ടി പോകുന്നില്ല കേട്ടോ. നല്ലോണം എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നല്ല തിളക്കുന്ന എണ്ണയിലേക്ക് വേണം ഈ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാൻ. പിന്നെ ഒന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാനുള്ള ഒരു സമയം കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ബ്രൗൺ നിറമായി കിട്ടുമ്പം ഇതൊക്കെ ഓരോന്നും മാറ്റിയെടുക്കാം, കോരിയെടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് സോസ് തയ്യാറാക്കണം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം ഈ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഒലിവ് ഓയിൽ വേഗം കരിഞ്ഞു പോകും. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതാക്കിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സോസൊക്കെ ഈ ഒരു ബോൾസിലേക്ക് പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുമ്പം ഈ ഒരു സോസിന് നല്ലൊരു തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റംസാനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് തന്നെ നല്ല ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചിക്കനും വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ സോസും കൂട്ടി കഴിക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.